ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെയിൽ വീഡിയോ അല്ല, സെയിൽ ഓൾറെഡി നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താണ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് നമ്മളിങ്ങനെ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ കണ്ടൻറ്റാണല്ലോ പ്രധാനം, എന്ത് വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ഞാൻ സെയിലിടുന്ന വീഡിയോ അല്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് തൈകളൊക്കെ എനിക്ക് പിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഈ കാണുന്ന ടൂൾ ഞാൻ ഈ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അഗ്ലോണിമ വളർത്തുന്നവരാണെങ്കിൽ ചിലരൊക്കെ പറയുന്നുണ്ട് അഗ്ലോണിമ എന്തോ ഒരു പോലെ നിൽക്കുകയാണ്, നമ്മളെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിയാലും ചിലപ്പോൾ പറയുന്നുണ്ട്, ചിലപ്പം അതിങ്ങനെ എന്തോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെതും അങ്ങനെയൊക്കെ ഉണ്ടായത് തുടക്കത്തിലൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ വളർത്തുമ്പോൾ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഈ ചെടിയിലേക്ക് തട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരിക്കലും പ്ലേസ് ചെയ്യരുത്. അതിനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ചെറിയ കുറച്ച് തണലും വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വെയിൽ വേണം. നല്ല വെയിലാണോ ചോദിച്ചാൽ അത് പാടില്ല. ഒരു ലൈറ്റായിട്ട് വെയിൽ കിട്ടും വേണം, ഓവർ വെയിൽ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ല മഴത്ത് വെച്ചാലും ശരി, നമ്മൾ വെയിലാണ് ഈ ചെടിക്ക് തീരെ പറ്റാത്തത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ ചട്ടി നല്ല ഡ്രൈനേജ് ഉണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഹെവി റെയിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലീഫിനൊക്കെ ഡാമേജ് വരും. അല്ലാതെ വേറൊരു ഇഷ്യൂസൊന്നും എനിക്കുണ്ടായിട്ടില്ല കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് കണ്ടോ, ഇത് നേരെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമല്ല, ഇത് കുറച്ച് ഒരു മാത്തേൻ്റെയും അതുപോലെ കുറച്ച് കവുങ്ങിൻ്റെയൊക്കെ താഴെയായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഇലക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. കാര്യമായിട്ട് ഈ വെയിൽ ഓവറാകുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ലീഫിനെയാണ് ബാധിക്കുക. ലീഫ് ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് എനിക്കും ആ കേസൊക്കെ ഉണ്ടായിരുന്നു. സിറ്റൗട്ടിൽ ചെടി വെക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത്, ഇല നാശമായി പോണ പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ഇറക്കി വെച്ചപ്പോഴാണ് ഇതേപോലെ വൃത്തിക്ക് കിട്ടാൻ തുടങ്ങിയത്. ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും, ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു അഗ്ലോണിമ ചെടികളൊന്നും വെക്കണം ഭയങ്കര ടാസ്ക്കായി മാറി. ഇത് വെക്കാൻ സ്ഥലമില്ല, കാരണം തണലുള്ളൊരു സ്ഥലം പോലും ഇല്ല. മരങ്ങളൊക്കെ ഉണ്ടായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ ഒരു ഏരിയ ഇവിടെ നല്ല പച്ചപ്പായി മാറി. നമ്മളെ മാവും അതേപോലെ ഈ കവുങ്ങും എല്ലാം കൂടെ ആയപ്പോൾ, അതേപോലെ ബട്ടൻ്റെ ഒരു പ്ലാന്റൊക്കെ ഓക്കെ ആയിട്ട് അങ്ങനെ സെറ്റായിട്ട് വന്നത്. അപ്പോഴാണ് ഞാനത് ഇവിടെ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഇവിടെ വെച്ചപ്പോൾ എല്ലാ ചെടികളും ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഒരു വെള്ള പൂമ്പാറ്റ അതിലിങ്ങനെ പാറി കളിക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയതാണ് ആൾ. ഈ ചെടി വളർത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ചില ചെടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എൻ്റെ അടുത്ത് അങ്ങനെ പോയൊരു അഗ്ലോണിമ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് നല്ലോണം മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിയതായിരുന്നു, നല്ലൊരു പ്ലാന്റായിരുന്നു അത്. അതിൻ്റെ കയ്യിൽ നിന്ന് കാണാത്തൊരു വെറൈറ്റി ആയിരുന്നു. അത് ഫുള്ള് പോയി. ഞാൻ കുറേ നോക്കിയതൊന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അതുണ്ടായില്ല. എന്താ പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിതിൽ എല്ലാ ദിവസവും നമ്മൾ നനക്കണം എന്നില്ല, എല്ലാ ദിവസവും ഡീപ്പായി നനക്കണം എന്നില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നല്ലോണം നനച്ചു കൊടുക്കുക. അല്ലാത്ത സമയത്തൊക്കെ ഇലകൾ മാത്രം നനച്ച് പോവുക, അതാണ് നല്ലത്. കാരണം ഈ ചെടിക്ക് നനവ് നല്ല ഇഷ്ടമാണ്. അയച്ചിട്ട് വെള്ളം കെട്ടി കിടക്കണം എന്നല്ല, നനവ് നല്ല ഇഷ്ടമാണ്. രണ്ട് പൂമ്പാറ്റുകൾ അവിടെ കണ്ടോ, പെയേഴ്സാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ ചകിരിച്ചോറ്, കുറച്ച് വളം, കുറച്ച് മണ്ണ്, ഈ രീതിക്ക് നമ്മൾ ചട്ടി സെറ്റാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഈർപ്പം എപ്പോഴും ഇതിലുണ്ടാവും. കണ്ടോ, ഇവിടെ കണ്ടോ ലൈറ്റായിട്ട് വെയിലേ ഉള്ളൂ. ഈ ഒരു വെയിലാണ് ചെടി, ഈ ഒരു അഗ്ലോണിമക്കോ കലാത്തിക്കോ ഒക്കെ ആവശ്യം. കലാത്തിക്ക് തീരെ വെയിൽ വേണമെന്നില്ല കേട്ടോ, കലാത്തിക്ക് വെയിലേ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചെടി വെക്കുന്ന സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക, അധികം വെയിലടിക്കാത്ത സ്ഥലം ചൂസ് ചെയ്യുക. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ചട്ടിയിൽ, രണ്ടാമത്തെ കാര്യം, ചട്ടിയിലധികം വെള്ളം കെട്ടി നിൽക്കരുത്. അത് കഴിച്ചിട്ട് തീരെ നനക്കാതെ നിൽക്കരുത്. ഇലകൾ നനച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇലക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇതുണ്ടാവുള്ളൂ. ഒരു ഫ്രഷ്നെസ് ഇലക്ക് വേണമെങ്കിൽ നമ്മൾ എന്നും ഇല നനച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഓവർ വളം അങ്ങോട്ട് മുരട്ടുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ ഞങ്ങൾ മുരടുന്നതായിട്ട് പറയാം, നിങ്ങൾക്ക് എന്താ പറയുകയെന്ന് അറിയില്ല. പിന്നെ നമ്മളതിൻ്റെ കുറച്ച് വിട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മണ്ണിലേക്ക്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വളം എല്ലുപൊടി എപ്പോഴെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. ചാണകപ്പൊടിയാണ് അഗ്ലോണിമക്ക് ഏറ്റവും നല്ല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഇലഭംഗി വരുന്ന ചെടികൾക്കൊക്കെ നല്ലത് നമ്മൾ
പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ ഞാൻ DAP എപ്പോഴെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്, അതും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ. എൻ്റെ ചെടികൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കൽ. ഇതിന് മുമ്പ് താറാവ് കടിച്ചിട്ടുണ്ടായിരുന്ന അഗ്ലോണിമൊക്കെയാണ് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ആ താറാവ് കടിച്ചിട്ടുണ്ടായിരുന്ന അഗ്ലോണിമായിരുന്നു. ഇതിന് മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അയച്ചു കൊടുത്ത കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടു, 1-2 പേര് പറഞ്ഞു കേട്ടു ആ താറാവ് കടിച്ചാൽ ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തതൊന്ന് പോയി എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ നമുക്ക് സങ്കടമായിട്ടോ. കാരണം നമ്മൾ കൊടുത്തൊരു സാധനം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് ഫ്രീ വെച്ച് കൊടുത്തതായിരുന്നു ഞാൻ. അപ്പോൾ ചെറിയൊരു വീഡിയോ, നമ്മളിടുന്നതൊക്കെ ചെറിയ വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം അഗ്ലോണിമ വളർത്തുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.